ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം ബൈപ്പാസ് പദ്ധതിയുടെ സ്ഥലമേറ്റെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക്. നഗരത്തിൽ പ്രധാന പാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. 37.63 കോടി രൂപ നഷ്ടപരിഹാരമായി സ്ഥലം വിട്ടു നൽകിയവർക്ക് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുപ്പ് വിഭാഗം കൈമാറിക്കഴിഞ്ഞു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള കേസുകൾ തീർപ്പാക്കുന്നത് സംബന്ധിച്ച് കെ പ്രേംകുമാർ MLAയുടെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് പദ്ധതിയുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തിയത്. ആകെ 221 പേരിൽ നിന്നാണ് ബൈപ്പാസിനായി സ്ഥലമേറ്റെടുക്കുന്നത്. ഇതിൽ 171 പേർക്ക് നഷ്ടപരിഹാരം കൈമാറി. സ്ഥലത്ത് അതിർത്തി തർക്കം പോലുള്ള പ്രതിസന്ധി നേരിടുന്ന 15 പേരുടെ നഷ്ടപരിഹാരം കോടതിയിലും കെട്ടിവെച്ചു കഴിഞ്ഞു. 3.25 ഹെക്ടറോളം സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. സെൻഗുപ്ത റോഡ്, പാലാട്ട് റോഡ്, വടക്കേപ്പാത എന്നിവിടങ്ങളിലായാണിത്. 46 പേരാണ് പദ്ധതിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ പലരും സത്യവാങ്മൂലം സമർപ്പിച്ച് നഷ്ടപരിഹാരം സ്വീകരിച്ചു കഴിഞ്ഞു. 19 പേരുടേതായി 24 കേസുകളാണ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസുമായി മുന്നോട്ട് പോയവർക്കുൾപ്പെടെ സർക്കാർ കണക്കുപ്രകാരം 6.84 കോടി രൂപയാണ് ഇനി നഷ്ടപരിഹാരമായി നൽകാനുള്ളത്. കേസുകൾ തീർപ്പാക്കി പണം കൈമാറുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് ശ്രമം. സെൻഗുപ്ത റോഡ്, പാലാട്ട് റോഡ്, വടക്കേപ്പാത പ്രദേശങ്ങളെ പാലക്കാട് കുളപ്പുള്ളി പാതയുമായി ബന്ധിപ്പിച്ചാണ് ബൈപ്പാസ് നിർമ്മാണം. പാലാട്ട് റോഡിനെയും വടക്കേപ്പാതയെയും ബന്ധിപ്പിക്കാനായി കാക്കാത്തോടിന് കുറുകെ പാലവും നിർമ്മിക്കും. ആകെ 1.81 കിലോമീറ്ററാണ് ദൂരം. 79.42 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.